ഇവിടെ കാണുന്ന പാറകൾ ഇതൊക്കെ എന്തോ ഒരു വലിയ പാറകളാണ്. അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഉരുണ്ട് ഇവിടെ എത്തണമെങ്കിൽ ആ വെള്ളത്തിൻ്റെ ശക്തിയും ഇങ്ങോട്ട് 4 കിലോമീറ്റർ ദൂരം ഉണ്ട്. ഇപ്പോൾ ഞാനുള്ളത് ചൂരൽമല കേട്ടോ. ചൂരൽമല ഭാഗത്തെ ഇപ്പോഴത്തെ കാഴ്ചകളാട്ടോ. എന്തായാലും ഇവിടെ പുറത്തേക്ക് പഴയ കച്ചവടക്കാരൊക്കെ ആയിരിക്കില്ലേ. ഇവിടെ പോലീസ് ബാരിക്കേഡ് ഉണ്ട്. ഇവിടെ പ്രത്യേകിച്ച് താമസക്കാരൊന്നുമില്ല കേട്ടോ. കാണാൻ വരുന്ന ആളുകൾ തന്നെ വാഹനങ്ങൾ അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ചെക്ക് ചെയ്തിട്ടാണ് അങ്ങോട്ടൊക്കെ വിടുന്നത്. ഇവിടെ ഒരു പള്ളിയുണ്ട്. ഈ പള്ളിയിലായിരുന്നു കേട്ടോ അന്ന് പല കാരുണ്യ പ്രവർത്തനമൊക്കെ നടന്നത്. പിന്നെതാ ഇവിടെ മരിച്ചവരുടെ ഫോട്ടോകളൊക്കെ അവിടെ ഉണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ ഈ ഭാഗത്തൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ആളുകൾ ഒരുപാട് കാണാൻ വരുന്നുണ്ട്. ഇവിടെ ഇപ്പം കച്ചവടം ചെയ്യാനായിട്ട് ആളുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് വരിക. അല്ലാതെ ഈ ടൗൺ ആകെ കഴിഞ്ഞിട്ടോ. അത്യാവശ്യം ഒച്ചയും പാടും ഉണ്ടായിരുന്നൊരു ടൗണ് ഈ ടൗണ് ഇല്ലയെന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടെയൊക്കെ വീട് പോയ ആളുകളും പിന്നെ സ്ഥലമുള്ള ആളുകളും ഇപ്പോൾ ഗവൺമെൻറ് മൊത്തത്തിൽ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ കാര്യങ്ങൾ. ഈ ഭാഗത്തേക്കുള്ള അവിടെയുള്ള കടകളിൽ ഇവിടേക്കുള്ള കറണ്ട് ലൈനൊക്കെ കട്ട് ചെയ്തു. ഇതൊക്കെ ഇനി പൊളിക്ക് ഒഴിവാക്കാനുള്ളതാന്ന് പറഞ്ഞത്. കച്ചവടക്കാർ ഈ ഇവിടുന്ന് ബാക്കിൽ അവിടേക്കൊരു ഒരു കിലോമീറ്റർ അപ്പുറത്തേക്ക് വീടുകളൊക്കെ ഉണ്ട്. അവിടെയുള്ള ആളുകളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് കച്ചവടക്കാരൊക്കെ ആയിട്ട്. പിന്നെ ഇവിടേക്ക് വരുന്ന ആളുകൾക്കൊക്കെ എന്തെങ്കിലും തിന്നാൻ വേണ്ടേ. ഉപ്പിലിട്ടത്, മുളകരി പായസം, പിന്നെ ഇവിടുത്തെ കാപ്പി കാര്യങ്ങൾ, ചായപ്പൊടി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇവിടെ നല്ല മുളകരി പായസം ഉണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മളെ ബീലി പാലം. ബ്ലാസ്റ്റിംഗ് പ്രവൃത്തി നടക്കുന്നു. പ്രവേശനം നിരോധിച്ചിരുന്നു. ഇവിടെ ഒരു ആനനെ തടി പിടിക്കാനുള്ളതാ. ഇതിൻ്റെ മുകളിൽ കൂടി പോകേണ്ട വാഹനങ്ങൾ 10 കിലോമീറ്റർ സ്പീഡിൽ. ലെങ്ത്ത് 190 ഫീറ്റ്. ലോഡ് CL എന്ന് പറഞ്ഞാൽ എത്ര 24. സ്പീഡ് 10 കിലോമീറ്റർ സ്പീഡ്. നല്ല വാഹനങ്ങൾ പോകുന്ന കണ്ടിട്ടുണ്ടോ മെല്ലെ. ഇവിടെ നിന്നൊക്കെ വന്ന പാറകൾ ആരൊക്കെ കൂട്ടിയിട്ടതുപോലെ. കുറേയൊക്കെ അവർ JCB ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി. ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും ഇടിഞ്ഞാൽ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇതെത്രയോ താഴത്തു കൂടി കേട്ടോ. ഒരു 10 അടിയോളം താഴ്ചയിലായിരുന്നു ഈ പുഴ ഒഴുകിയിരുന്നത്. അവിടെ 2 ആന ഉണ്ടല്ലോ. ഈ ആന ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഒരാന അവിടെ ഒരു തടി റെഡിയാക്കുന്നുണ്ട്. തടി അതിനെന്തോ തിന്നാൻ കൊടുത്തിട്ടുണ്ടല്ലേ. ഈ മേപ്പാടി ഭാഗത്ത് ഒരുപാട് ആന ശല്യം ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്തൊരു സ്ത്രീയെ ചവിട്ടി കൊന്നു എന്നൊക്കെ പറഞ്ഞു. അതായത് കുങ്കി എന്ന് പറഞ്ഞ ആന. ഈ ആനകളെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഇതിന് 2 എണ്ണത്തിനെ ഇറക്കാന്നൊക്കെ പറഞ്ഞു കേട്ടെ. ഇവരിങ്ങനെ അയിലൊക്കെ റെസ്റ്റാണ്ടോ ഇതൊക്കെ ഇലകളൊക്കെ തിന്നാൻ കൊടുക്കുന്നുണ്ട്. ആനപ്പെട്ടാന്ന് തോന്നുന്നു. മുണ്ടക്കൈ പ്രദേശം അവിടെ കേട്ടോ. മുണ്ടക്കൈ നല്ല പ്രദേശം അവിടെയാണ്. ഈ റോഡ് എങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മുണ്ടക്കൈയിലേക്ക് അങ്ങനെ ഒരു 3 കിലോമീറ്ററോളം പോകാനുണ്ട്. അങ്ങോട്ടൊന്നും ആളുകൾ ഇപ്പോൾ പോകില്ല കേട്ടോ. അങ്ങോട്ടൊന്നും ഇപ്പോൾ ആളുകൾ പോകില്ല. ഇവിടുത്തെ ആളുകൾക്ക് തന്നെ ഇപ്പം അങ്ങോട്ട് പോകാൻ പേടിയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന, പുലി അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. നല്ലതാ. ഇവിടെ ഇനി ഒരു അമ്പലം കിടന്നിരുന്നത് അല്ലേ.
എല്ലാം പോയത്. ആൽമരം ഇവിടെ ചെറിയൊരു ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ട്, അങ്ങോട്ടേക്കൊക്കെ പോകാനും ഒക്കെ ജീപ്പുകളൊക്കെ അവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ഇതന്നെ ഉള്ളൂ കേട്ടോ, ഇവിടെ ജീവിതമാർഗ്ഗം ഇപ്പം തന്നെ ഉള്ളൂ. ഓ ആ പെട്ടായിരുന്നു കേട്ടോ. എന്താണ് ഒരു മലനോട് പോകുന്നത് കേട്ടോ. ഇനിയും അവിടെ ലാൻഡ് സ്ലൈഡ് ഇനിയും ഉണ്ടാവും, സാധ്യത വളരെ കൂടുതലാണ്. രണ്ട് ഭാഗം അങ്ങോട്ടൊന്നും ആളുകൾക്കൊന്നും പോകാനൊന്നും പറ്റില്ല കേട്ടോ. അത് മാത്രമല്ല ഫോറസ്റ്റ് ഏരിയ ആണ്. ആന, പുലി ഇതൊക്കെ ഈ ഏരിയയിലൊക്കെ പുലി എത്തിക്കുന്നൊക്കെ പറഞ്ഞിട്ട്, ഫോറസ്റ്റ് ഏരിയ അല്ലേ. ആനകളും കൊണ്ട് വരുന്നവരൊക്കെ വളരെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. വരുന്ന വഴിക്കൊക്കെ പുലികളും മറ്റേ മറിച്ചൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്, ആനയും പുലിയൊക്കെ. അപ്പോൾ അവിടെ നിന്ന് എത്താത്തതെന്ന് വെച്ചാൽ നമുക്ക് തന്നെ രാത്രി ഇറങ്ങിയെടുക്കാൻ പേടിയാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർക്ക് പേടിയുണ്ടെങ്കിൽ പറയണ്ടല്ലോ. ഏതായാലും ആ ഭാഗത്തേക്കൊന്നും പോകാൻ പറ്റില്ല. അവിടെയൊക്കെ അതാണ് ആ സ്കൂള് വലിയ സ്കൂൾ തന്നെ കേട്ടോ. അവിടെ കുറച്ചത് അവിടെ മുണ്ടക്കൈ ചൂരൽമല ഏരിയയിലുള്ള മക്കളൊക്കെ ഇപ്പൊക്കെ മേപ്പാടിയാന്ന് തോന്നുന്നു പഠിക്കാൻ. അവിടെ ഇട്ടം പോകണം ബസ്സിലൊക്കെ. പിന്നെ ഇവിടുത്തെ താമസക്കാർ കുറേ ആളുകൾ 50 കുടുംബങ്ങളെ മുസ്ലിം ലീഗ് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ടൗൺഷിപ്പിലേക്ക് കുറച്ചാളുകളൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഒരു വീഡിയോ തയ്യാറാക്കുന്നുണ്ട്. ടൗൺഷിപ്പിൽ എന്തായാലും ഒന്ന് പോകണം, അവിടുത്തെ വർക്ക് എന്തായെന്നൊക്കെ നോക്കണം. പിന്നെ കുറേ ആളുകൾ ജോലികളൊക്കെ നഷ്ടപ്പെട്ട ആളുകൾ, അവർക്കൊക്കെ ജോലി ഒരുപാട് ഇനിയും ചെയ്യാണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്. ഒക്കെ ഇങ്ങനെ കാലക്രമേണ ആയിക്കോട്ടില്ല. ടൗൺഷിപ്പിൻ്റെ വർക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെ പോയ വീട് പൊളിഞ്ഞ ആളുകളും ബാക്കി വന്ന ആളുകൾക്കുള്ള വീടുകളൊക്കെ അവിടേക്ക് താമസം മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഇപ്പോൾ വാടക വീട്ടിലൊക്കെയാണ് താമസിക്കുന്നത്. എത്രത്തോളം വീട്ടുകാർ ചൂരൽമല ടൗൺഷിപ്പിൽ താമസമാക്കിയിട്ടുണ്ട് നമുക്ക് അവിടെ പോയിട്ട് അറിയാം കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇവിടുത്തെ ഇതാണ്. ഇപ്പം വെള്ളം മഴയില്ലാത്തതുകൊണ്ട് മലയിൽ നിന്ന് ഉറവായിട്ട് വരുന്ന വെള്ളമാണ് ഇപ്പം ഈ വരുന്നത്. നല്ല പെരുമഴയായിട്ട് പെയ്തുണ്ടെങ്കിൽ ഉഷാറായി. ഒരു ജൂലൈ 30-നാണ് അവിടെ മല കൂടി ഇങ്ങോട്ട് പോകുന്നത്. ഒരു നിമിഷം മതി എല്ലാം പോകാനല്ലേ. നാനൂറിലധികം ആളുകൾ മരണപ്പെട്ട് നട്ട കണക്ക്. അവിടെ ഫോട്ടോ കണ്ടില്ലേ, അതിൽ കുറേ അറിയുന്ന ആളുകളെ ഒക്കെ ഫോട്ടോകളൊക്കെ കുറേ അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയും 48 ആൾ അറിയുന്ന ആളുകളെ ഇനി ഇതിൽ നിന്ന് കിട്ടാത്തതുണ്ട്. അതൊന്നും ഇനി ഒരിക്കലും കിട്ടൂല കേട്ടോ. അതൊക്കെ പോയി. അവിടെ എന്താ ഒരു ഫാക്ടറി, തേയില ഫാക്ടറിയാണ്. അത്യാവശ്യം ഒരു വലിയൊരു തന്നെയുള്ള അവിടെ ഉള്ളതല്ലേ. ഇവിടുത്തെ ആളുകൾ കുറേ ആളുകളൊക്കെ ജോലി ചെയ്ത ആളുകളൊക്കെ ആയിരിക്കും. ആളുകളൊക്കെ പോയപ്പം പിന്നെ ചിലപ്പോൾ അത് പൂട്ടി കിടക്കുന്നുണ്ടാവും. ഇതായിരിക്കും അവസ്ഥ. ഇവിടെ കാണുന്ന പാറകൾ ഇതൊക്കെ എന്തോ ഒരു വലിയ പാറകളാണ്. അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഉരുണ്ട് ഇവിടെ എത്തണമെങ്കിൽ ആ വെള്ളത്തിൻ്റെ ശക്തിയും. ഇങ്ങോട്ട് 4 കിലോമീറ്റർ ദൂരം ഉണ്ട് അങ്ങോട്ടേക്ക്. 3 കിലോമീറ്റർ എന്തായാലും ഉണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക്. അതാണ് അത്രയും മുകളിൽ നിന്ന് ഒലിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. അതൊക്കെ വലിയ വലിയ പാറകളാണ്. ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ, ചിന്തിക്കാൻ പറ്റില്ല. ഇവിടെ വന്നാൽ ഒരു ഭയങ്കര സങ്കടം തന്നെയാണ്. ബെയിലിപ്പാലം ഒന്നും കൂടി സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ ഗേബിയൻ വാൾ നമ്മൾ നെറ്റ് വെച്ച് മെറ്റലൊക്കെ വെക്കുന്ന പരിപാടിയൊക്കെ ചെയ്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് സ്നേഹിതന്മാരെ ഇവിടുത്തെ നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല ഭാഗത്തുള്ള ഇപ്പോഴത്തെ കാഴ്ചകൾ. ഏതായാലും ഒരുപാട് കാഴ്ചക്കാരാണ് ഇപ്പം ഇങ്ങോട്ട് വരുന്നത്.
ഇവിടെയുള്ള നാട്ടുകാരൊക്കെ കുറേ ജീപ്പ് ഡ്രൈവർ ജോലി ചെയ്യുന്ന ആളുകൾ, അവരുടെ ജീവിതമാർഗം. ടൂറിസ്റ്റുകൾ വന്നാൽ തന്നെ, പുറമെ ആളുകൾ വന്നാൽ തന്നെ ഇവർക്ക് ജോലിയുള്ളൂ കേട്ടോ. ഈ ഗ്ലാസ് ബ്രിഡ്ജ് കേട്ടോ അവിടെ ഉള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉയരമൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ബൈ ബൈ.